ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. അടുത്തിടെ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹത്തിന് നൽകിയത്? പ്രൊഫസർ ജയന്ത് മൂർത്തി. അടുത്തിടെ ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് സൗരയൂഥത്തിലെ ചിഹ്നഗ്രഹത്തിന് നൽകിയത്? പ്രൊഫസർ ജയന്ത് മൂർത്തിയുടെ. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ്? സന്തോഷ് കുമാർ യാദവ്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ചെയർമാനായി നിയമിതനായത് സന്തോഷ് കുമാർ യാദവാണ്. ആഗോള സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10. ആഗോള സൈബർ കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10 സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പുതിയ കറൻസി അവതരിപ്പിച്ച രാജ്യം ഏതാണ്? സിംബാബ്വെ. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പുതിയ കറൻസി അവതരിപ്പിച്ച രാജ്യം സിംബാബ്വെയാണ്. വേൾഡ് മീറ്റിയറോളജിക്കൽ ഓർഗനൈസേഷൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച വൻകര ഏതാണ്? ഏഷ്യ. വേൾഡ് മീറ്റിയറോളജിക്കൽ ഓർഗനൈസേഷൻ്റെ 2023 റിപ്പോർട്ട് പ്രകാരം പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിച്ച വൻകര ഏഷ്യ വൻകരയാണ്. ലോകത്താദ്യമായി സ്കിൻ ക്യാൻസറിനെതിരെ വാക്സിൻ പരീക്ഷിച്ച രാജ്യം ഏതാണ്? ബ്രിട്ടൻ. ലോകത്താദ്യമായി സ്കിൻ ക്യാൻസറിനെതിരെ വാക്സിൻ പരീക്ഷിച്ച രാജ്യം ബ്രിട്ടനാണ്. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയായിരുന്നു? ഇന്ത്യ. 2025 ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഇന്ത്യയാണ്. അടുത്തിടെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ലേസർ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ്? റൊമാനിയ. അടുത്തിടെ ലോകത്തിലെ ഏറ്റവും ശക്തമായ ലേസർ വികസിപ്പിച്ചെടുത്ത രാജ്യം റൊമാനിയയാണ്. അടുത്തിടെ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഏതാണ്? മൗണ്ട് റുവാങ്. അടുത്തിടെ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം മൗണ്ട് റുവാങ് ആണ്. 71ാം ലോക സുന്ദരി മത്സരത്തിൻ്റെ വേദി എവിടെയായിരുന്നു? മുംബൈ. 71ാമത് ലോക സുന്ദരി മത്സരത്തിൻ്റെ വേദി മുംബൈ ആയിരുന്നു. 2024 നടന്ന 71ാം ലോക സുന്ദരി മത്സരത്തിൽ കിരീടം നേടിയ ക്രിസ്റ്റീന ഫിസ്കോവ ഏത് രാജ്യക്കാരിയാണ്? ചെക്ക് റിപ്പബ്ലിക്. 2024 നടന്ന 71ാം ലോക സൗന്ദര്യ മത്സരത്തിൽ കിരീടം നേടിയ ക്രിസ്റ്റീന ഫിസ്കോവ ചെക്ക് റിപ്പബ്ലിക്കുകാരിയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായ വ്യക്തി ആരാണ്? ലിൻഡി കാമറൂൺ. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി നിയമിതയായ വ്യക്തി ലിൻഡി കാമറൂണാണ്. ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി ആരാണ്? പ്രഗ്യ മിശ്ര. ഓപ്പൺ എഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി പ്രഗ്യ മിശ്രയാണ്. 2024 ഗോൾഡ്സ്മാൻ എൻവയൺമെൻ്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ ആരാണ്? അലോക് ശുക്ല. 2024 ഗോൾഡ്സ്മാൻ എൻവയൺമെൻ്റൽ പ്രൈസിന് അർഹനായ ഇന്ത്യക്കാരൻ അലോക് ശുക്ലയാണ്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റതാരാണ്? ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേറ്റത് ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ഒളിമ്പിക്സ് ജൂറിയാവുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ബിർക്കിസ് മീർ. ഒളിമ്പിക്സ് ജൂറിയാകുന്ന ആദ്യ ഇന്ത്യൻ വനിത ബിർക്കിസ് മീറാണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന ബഹിരാകാശ പേടകം ഏതാണ്? യൂറോപ്പ ക്ലിപ്പർ മിഷൻ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന ബഹിരാകാശ പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ മിഷൻ. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? ക്ലോഡിയ ഷെയ്ൻബോം. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോമാണ്. സർക്കാർ സ്കൂളുകളിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഈ പദ്ധതിയുടെ പേര് പുതുമൈ പെണ്ണ് എന്നാണ്. സർക്കാർ സ്കൂളുകളിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പുതുമൈ പെണ്ണ് എന്ന പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ്.
18ാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ NDA സഖ്യം നേടിയ സീറ്റ് എത്രയാണ്? 293. 18ാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ NDA സഖ്യം നേടിയ സീറ്റ് 293 ആണ്. 18ാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷിയായ ഇന്ത്യ മുന്നണി നേടിയ സീറ്റ് എത്രയാണ്? 234. 18ാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷിയായ ഇന്ത്യ മുന്നണി നേടിയ സീറ്റ് 234 ആണ്. മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ ബസ്സുകളിലെ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനമാണ് വിദ്യാവാഹൻ. മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ ബസ്സുകളിലെ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനമാണ് വിദ്യാവാഹൻ. ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ സംവിധാനം പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ വാരണാസിയിൽ. ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ സംവിധാനം പ്രവർത്തനം ആരംഭിക്കുന്നത് ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ്. 2023-24 സീസൺ FA കപ്പ് ജേതാക്കൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. 2023-24 സീസൺ FA കപ്പ് ജേതാക്കൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. 2024 മെയ് മാസത്തിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ആൽഗ ഏതാണ്? ഒയിഡോക്ലോഡിയം സഖ്യാദ്രിക്കം. 2024 മെയ് മാസത്തിൽ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ആൽഗയാണ് ഒയിഡോക്ലോഡിയം സഖ്യാദ്രിക്കം. 2024 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ്? റയൽ മാഡ്രിഡ്. 2024 യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം റയൽ മാഡ്രിഡ് ആണ്. അടുത്തിടെ UN-ൽ നിന്നും വിരമിച്ച ഇന്ത്യൻ പ്രതിനിധി ആരാണ്? രുചിര കാംബോജ്. അടുത്തിടെ UN-ൽ നിന്നും വിരമിച്ച ഇന്ത്യൻ പ്രതിനിധി രുചിര കാംബോജ് ആണ്. 2024 20ാമത് P. കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. 2024 20ാമത് P. കേശവദേവ് സാഹിത്യ പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണനാണ്. ഓക്സ്ഫോർഡ് ഇക്കണോമിക്സിൻ്റെ ഗ്ലോബൽ സിറ്റി ഇൻഡെക്സ് 2024 ഒന്നാം സ്ഥാനത്തെത്തിയ നഗരം ന്യൂയോർക്കാണ്. ഓക്സ്ഫോർഡ് ഇക്കണോമിക്സിൻ്റെ ഗ്ലോബൽ സിറ്റി ഇൻഡെക്സ് 2024 ഒന്നാം സ്ഥാനത്തെത്തിയ നഗരം ന്യൂയോർക്കാണ്. മൈക്രോസോഫ്റ്റിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ഹൈദരാബാദ്. മൈക്രോസോഫ്റ്റിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻറ്റർ നിലവിൽ വരുന്നത് ഹൈദരാബാദിലാണ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമ ഏതാണ്? മോണിക്ക, ഒരു AI സ്റ്റോറി. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമ മോണിക്ക, ഒരു AI സ്റ്റോറിയാണ്. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് CBI നടത്തിയ റെയ്ഡ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്പറേഷൻ ചക്ര. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് CBI നടത്തിയ റെയ്ഡാണ് ഓപ്പറേഷൻ ചക്ര. ഇന്ത്യയിലെ ആദ്യ വിർച്വൽ സ്കൂൾ സ്ഥാപിതമായ സ്ഥലം ഏതാണ്? ന്യൂഡൽഹി. ഇന്ത്യയിലെ ആദ്യ വിർച്വൽ സ്കൂൾ സ്ഥാപിതമായത് ന്യൂഡൽഹിയിലാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏതാണ്? വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക്. ഇത് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ പറശ്ശിനിക്കടവിലാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവിലുള്ള വിസ്മയ അമ്യൂസ്മെൻറ്റ് പാർക്ക്. കേരളത്തിലെ ആദ്യ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? സൈലൻറ്റ് വാലിയിലെ താഴത്തുടുക്കി ആദിവാസി ഊരിൽ. കേരളത്തിലെ ആദ്യ സോളാർ വിൻഡ് മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് സൈലൻറ്റ് വാലിയിലെ താഴത്തുടുക്കി ആദിവാസി ഊരിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ വൈദ്യുത ബോട്ട് ഏതാണ്? ബരാക്കുഡ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സോളാർ വൈദ്യുത ബോട്ട് ബരാക്കുഡയാണ്. 2023 നിപ്പ വൈറസ് പനി റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല ഏതാണ്? കോഴിക്കോട്. 2023 നിപ്പ വൈറസ് പനി റിപ്പോർട്ട് ചെയ്ത കേരളത്തിലെ ജില്ല കോഴിക്കോടാണ്. ഇന്ത്യയിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ സർക്കാർ ആശുപത്രി ഏതാണ്? എറണാകുളം ജനറൽ ആശുപത്രി. ഇന്ത്യയിൽ ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയ ജില്ലാ സർക്കാർ ആശുപത്രി എറണാകുളം ജനറൽ ആശുപത്രിയാണ്. ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സേനയുടെ ഭീകരവിരുദ്ധ ഓപ്പറേഷന് നൽകിയ പേരെന്താണ്? ഓപ്പറേഷൻ സർവശക്തി. ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സേന നടത്തിയ
ഭീകരവിരുദ്ധ ഓപ്പറേഷന് നൽകിയ പേര് ഓപ്പറേഷൻ സർവശക്തി എന്നാണ്. ISRO ആരംഭിച്ച വെർച്വൽ സ്പേസ് മ്യൂസിയമാണ് സ്പാർക്ക്. ISRO ആരംഭിച്ച വെർച്വൽ സ്പേസ് മ്യൂസിയമാണ് സ്പാർക്ക്. 2023 നടന്ന 37ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഗോവ. 2023 നടന്ന 37ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഗോവയാണ്. ഈ ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം മോഗയുമാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.